ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസീമ ജനീഷ് വ്ളോഗ്. ഇന്ന് നമ്മളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ വിഷുവൊക്കെ അല്ലേ, അപ്പോൾ അത് കാരണം നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു പായസം തയ്യാറാക്കാം. ഇൻഗ്രീഡിയൻസ് 1.25 കപ്പോളം പാല്. കപ്പ കൊണ്ടാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത്. ഇപ്പോൾ കപ്പ, ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത്, പാകത്തിന് വെള്ളം, പിന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരാൻ ആവശ്യമായിട്ടുള്ള നെയ്യ്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ നമ്മളുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് വറുത്ത് കോരുക. ശേഷം നമ്മുടെ കപ്പ ഇവിടെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കപ്പ നമ്മൾ നന്നായിട്ട് വെള്ളം, അതിലത്തെ സ്റ്റാർച്ചൊക്കെ പോകുന്ന രീതിയിൽ നന്നായി പിഴിഞ്ഞെടുക്കണം. ഒരു 2-3 വട്ടം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാലും അത്രയും നല്ലത്. നമ്മളത് സേമിയ വറുത്തെടുക്കുന്നതിലേര് തന്നെ ആ ഒരു പാകത്തിൽ വറുത്ത് കോരുക. ശേഷം ആ പാനിൽ തന്നെ നമ്മൾ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. പാല് നന്നായി തിളച്ചിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതേപോലെ പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കപ്പ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വറ്റി വരട്ടെ നമ്മുടെ പായസം. ഇടയ്ക്ക് നമ്മുടെ കപ്പ വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കി. പായസം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി 2 ഗ്ലാസ്സിലേക്ക് നമുക്കത് സെർവ് ചെയ്തിട്ട് കൊടുക്കാം. വിഷുവിന് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കുക. അഭിപ്രായം പറയുക. ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you for watching.